ഉദ്യോഗസ്ഥരെ കൂടി കാണിച്ചു സൈഡുകളെ ആ സമയത്ത് നിങ്ങൾ പ്രദീപ് ജോസഫിന്റെ വിവരങ്ങളുമായി. പ്രദീപ്, ഒരിടത്ത് ആനയുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നു, മറുവശത്ത് കിണറ്റിൽ വീണ കുട്ടിയാനെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ അപ്പോഴും ആളുകൾ അവിടെ പറയുന്നുണ്ട് വല്ലാത്ത ശല്യം കാട്ടാനകളെ കൊണ്ടൊക്കെ ഉണ്ട് എന്ന്. ഈ പ്രദേശത്ത് എങ്ങനെയാണ് വനവകുപ്പിന്റെ നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും? രാത്രിയിലാണ് കാട്ടാനക്കുട്ടി സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ പൊട്ടക്കിണറ്റിൽ വീണത്. ഇന്ന് രാവിലെ 9 മണിയോടെ ഏതാണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും 1 മണിയോടെ ഇത് പൂർത്തിയായി. അതേസമയം കാട്ടാനക്കുട്ടി കാട്ടിലേക്ക് ആരോഗ്യവാനായി തന്നെ കയറി പോവുകയും ചെയ്തു. കാട്ടാനക്കുട്ടിയെ കാത്ത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആനക്കൂട്ടം വനത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വനപാലകർ പറയുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഒരുമിച്ച് നടക്കുന്നവരിൽ ഒരു ആനക്കുട്ടി എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അത് തിരികെ എത്തും വരെ ആ പരിസര പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടാവുകയാണ് പതിവ്. ഇന്ന് രാവിലെ തന്നെ ഈ കിണറ്റിൽ അകപ്പെട്ട ആനക്കുട്ടി കിണറ്റിൽ കിടന്ന് ചിഹ്നം വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിസരത്ത് തന്നെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കാട്ടാനക്കുട്ടി രക്ഷപ്പെട്ടു എങ്കിലും നാട്ടുകാരുടെ ആശങ്ക വീണ്ടും ഉയരുകയാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ടാണ് ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം ഇത്രമാത്രം രൂക്ഷമായത് എന്നവർ പറയുന്നു. ഫെൻസിംഗ് ഒരിടത്ത് പോലും സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 2.25 കോടി രൂപയോളം സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ ഫലപ്രദമായ തോതിൽ അത് വിനിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ഇതിനാവശ്യമായ തുക അനുവദിപ്പിക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം. അത്തരം ഫയലുകൾ അടിയന്തരമായി നീക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് JCB ഈ കിണറിനടുത്തേക്ക് കയറ്റി ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നാട്ടുകാർ സമ്മതിച്ചത്. കാട്ടാന മാത്രമല്ല മറ്റ് വിവിധ വനജീവികൾ സ്ഥിരം തങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ എല്ലാ സൂര്യൻ നശിപ്പിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാർഷിക വിളകൾ ഒന്നുപോലും പൂർണ്ണമായും വിളവെടുക്കാൻ സാധിക്കുന്നില്ല. റബ്ബർ മരമായിരുന്നാലും മറ്റ് കാർഷിക വിളകളായിരുന്നാലും ആ വിളവ് പൂർത്തിയാകും മുൻപ് അല്ലെങ്കിൽ വളർച്ച പൂർത്തിയാകും മുൻപ് കാട്ടാന കുത്തിമറിക്കുന്നു. അതും 1ഉം 2ഉം കാട്ടാനകളല്ല. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 20-ലധികം വരുന്ന കാട്ടാനക്കൂട്ടമാണ് എത്തിയത് എന്നാണ് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. കുട്ടികൾക്ക് സമയത്ത് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ സാധിക്കുന്നില്ല, പാലുമായി രാവിലെ പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ വൈകുന്നേരം ഏതാണ്ട് 7 മണിയാകുമ്പോഴേക്ക് തങ്ങളുടെ ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടി വരികയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം പിന്നീട് ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതുമല്ല മിക്ക വീടുകളിലും ഓരോ ആളുകൾ വീതം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. കാട്ടാന വരുന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ പാട്ട് കൂട്ടിയോ ഒക്കെ അതിനെ ഓടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാരെയും കൂട്ടി രക്ഷപ്പെടുന്നതിന് വേണ്ടി. അങ്ങനെ ദുരിതം നിറഞ്ഞ ഒരു ജീവിതമാണ് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാണാനാവുന്നത്. ഈ മലയാറ്റൂർ മേഖലയിൽ മാത്രമല്ല, കുറച്ചു മാറി കോടനാട് വനമേഖലയിലായിരുന്നാലും അതല്ലെങ്കിൽ കോതമംഗലത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ വനപ്രദേശത്തായിരുന്നാലും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വേനൽ കടുക്കുന്നതോടുകൂടി കൂടുതൽ വെള്ളം തേടി കാട്ടാനക്കൂട്ടം തന്നെയാണ്. 10ഉം 15ഉം 20ഉം ആനകൾ അടങ്ങുന്ന ആനക്കൂട്ടമാണ് പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒപ്പം കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്നത്. വനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ പഴയതുപോലെ സുലഭമായി ലഭ്യമല്ലാത്തതുകൊണ്ടായിരിക്കാം വാഴ പലതും കുത്തിമറിച്ചിടുന്നു. അതുപോലെ മറ്റ് വസ്തുക്കൾ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ, പഴങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ കൃഷിയെല്ലാം നശിപ്പിച്ച് അത് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. കൃഷി യാതൊരു തരത്തിലും ലാഭകരമല്ലാതായി മാറിയിരിക്കുന്നു, ചെയ്യാൻ വയ്യാതായിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിലാപം. അതേസമയം ഇതിനെല്ലാം അവർ പഴിക്കുന്നത് തീർച്ചയും തീരുമാനവുമില്ലാത്ത സർക്കാർ നയങ്ങളെയും ഒപ്പം വനം വകുപ്പിനെയുമാണ്. കൃത്യമായൊരു തീരുമാനം ഒരിക്കലും എടുക്കുന്നില്ല എന്ന് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഫെൻസിംഗ് വേലി, ഹാങ്ങിങ് ഫെൻസിംഗ് മാത്രമാണ് ഇപ്പോഴുള്ള ഒരു പരിഹാരമായി ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. കൂടാതെ വലിയ കിടങ്ങുകൾ കുഴിക്കുക, ഇത് രണ്ടും കാര്യക്ഷമമായി ഈ പ്രദേശത്ത് നടക്കുന്നേയില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. എന്തായിരുന്നാലും ഈ ഒരു പ്രദേശം തന്നെ വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് ഭൂരിഭാഗം ആളുകളും ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളവർ നിലവിൽ ജീവിക്കുന്നത്.